ഇന്ന് കാലത്ത് തൊട്ടേ മഴയുണ്ടായിരുന്നു. രണ്ടാഴ്ചയായിട്ടാ സലാലയിൽ മഴ തുടങ്ങിയിട്ട്. അപ്പോൾ ഒന്ന് ജബൽ കയറാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ സലാലക്കാരെ ജബൽ അയ്യൂബ് എന്നാണ് കേട്ടോ പറയാറ്. ഇവിടെയാണ് അയ്യൂബ് നബിയുടെ ഖബറിടം ഉള്ളത്. അപ്പോൾ പോണ വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ അത്. തണുപ്പായതുകൊണ്ട് ഒട്ടകത്തിനൊന്നും കാണില്ല. ഇതേപോലെ പശുക്കൾ കുറേ ഉണ്ടാവും. ഇതാ കോടയൊക്കെ ഇറങ്ങിയിട്ട് വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ചിലപ്പോൾ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള വണ്ടികളിലൊന്നും കാണില്ല. അത്രയും കോടയാണ് അവിടെ. ഇനിയിപ്പോൾ ഒരു 2 മാസം ഇതേ ക്ലൈമറ്റ് ആവും കേട്ടോ. കോടയും ചെറിയൊരു മഴയും. വണ്ടിയൊക്കെ വളരെ പതുക്കെ ഓടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ വളരെ പതുക്കെ ഈ ഒരു സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സലാലയിൽ നിന്ന് ഏകദേശം 28 കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ ജബൽ അയ്യൂബിലേക്ക്. അദ്ദേഹം ഏകദേശം 2500 വർഷം മുമ്പാണ് ജീവിച്ചിരുന്നതെന്ന് പറയുന്നു. ഇദ്ദേഹത്തെ പറ്റിയിട്ട് ഖുറാനിലും ബൈബിളിലും ഒരേപോലെ പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ബൈബിളിലെ ഇയ്യോബ് എന്ന പേരിലും ഖുറാനിലെ നബി അയ്യൂബ് എന്ന പേരിലും. നമ്മൾ മുന്നോട്ട് പോകുന്തോറും കോട കൂടി വരിക. സലാലയിൽ വരണ വിശ്വാസികളും അവിശ്വാസികളും ഒക്കെ ഈ ഖബറിടം ഒന്ന് കാണാതെ തിരിച്ചു പോകാറില്ല. അദ്ദേഹം സലാലയിൽ എത്തിയത് ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് വിശ്വാസം. വഴിയിൽ കാണുന്ന വണ്ടികളൊക്കെ മിക്കവാറും അങ്ങോട്ടേക്ക് പോയി വരുന്ന വണ്ടികൾ തന്നെയാവും. ഞങ്ങളുടെ പുറകിലുള്ള വണ്ടികളും മിക്കവാറും അങ്ങോട്ടത്തേക്ക് തന്നെയാവും. ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ദൂരെ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് അവിടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഞങ്ങൾ വിചാരിക്കും നമുക്കൊക്കെ എല്ലാ വർഷവും എപ്പോൾ വേണമെങ്കിലും, ചിലപ്പോൾ ഞങ്ങൾ 3-4 പ്രാവശ്യം വർഷത്തിലൊക്കെ ഇവിടെ വന്ന് പോകാറുണ്ട്. ഞാൻ ഖുർആൻ വായിച്ചിട്ടില്ല, പിന്നെ പ്രഭാഷണങ്ങളും ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ജീവിതത്തിലെ ഒരുപാട് ത്യാഗങ്ങളും ഒക്കെ സഹിച്ചിട്ടുള്ള ഒരു പ്രവാചകനായിരുന്നു നബി അയ്യൂബ് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന് അള്ളാഹു ഒരു പരീക്ഷണം കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് വീടും കൃഷിയിടങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് അദ്ദേഹത്തിന് മാരകമായിട്ടുള്ള ഒരു രോഗം വരികയും പിന്നീട് അദ്ദേഹം സലാലയിലേക്ക് വന്ന് താമസിക്കുകയും പിന്നെ അവിടെയുള്ളൊരു ചെറിയ അരുവിയിൽ അദ്ദേഹം കുളിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളെല്ലാം മാറി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഇതാ നമ്മളിവിടെ എത്തി. വരുന്നവർക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു ചെറിയൊരു നോട്ടാണ് ആ ബോർഡിലുള്ളത്. പിന്നെ ഇത് സംരക്ഷിക്കുന്നത് ധോഫാർ ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പൈസയോ ഒന്നും അവിടെ ഇടരുതെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോലെ പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു സ്വഭാവമാണല്ലോ പൈസ ഇട്ടിട്ട് പ്രാർത്ഥിക്കണത്. അത് അങ്ങനെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങനെ ഇടരുതെന്ന്. പുറത്തിറങ്ങിയപ്പോൾ നല്ല കോടമഞ്ഞും ചെറിയൊരു മഴയുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പും പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ ആ ഗേറ്റ് കടന്നിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആളുടെ മുഖമൊന്നും ചിലപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണില്ല, അത്രയും കോടയുണ്ട്. വെള്ളിയാഴ്ച ആയതുകൊണ്ടും പിന്നെ സീസൺ ആയതുകൊണ്ടും നല്ല തിരക്കായിരുന്നു. അവിടെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. ശരിക്കും വിശാലമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ മഞ്ഞും മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഓടി നടന്ന് വീഡിയോ എടുക്കാൻ പറ്റണ്ടായിരുന്നില്ല. ഇതാ അപ്പോൾ നമ്മൾ ഖബറിടത്തിലേക്ക് എത്തി. ഇതാണ് ഖബറിടം. അതിൻ്റെ തൊട്ട് ഇടത്തെ ഭാഗത്ത് കാണുന്നത് പഴയൊരു പള്ളിയാണ്. അവിടെ നിസ്കാരം നടന്നിരുന്നു എന്നാണ് ഇവർ വിശ്വസിച്ചിരുന്നത്. ഇപ്പോഴും അവിടെ ആൾക്കാർ നിസ്കരിക്കാറുണ്ട്. അപ്പോൾ ഇത് 2500 വർഷം മുമ്പ് ഉള്ളതാണെന്നും കൂടി നമ്മളൊന്ന് ആലോചിക്കണം. ഇത് അദ്ദേഹത്തിൻ്റെ കാൽപാദം പതിഞ്ഞ പാറയാണ്. മഴയൊക്കെ ആയതുകൊണ്ട് അത് വ്യക്തമായിട്ട് കാണാനില്ല. അവിടെ കുറേ പൂക്കളും ഇലകളൊക്കെ വന്ന് വീണ് കുറച്ച് ഇതായിട്ട് കിടക്കുക. പിന്നെ എനിക്ക് അകത്ത് കയറി വീഡിയോ എടുക്കാൻ പറ്റിയില്ല.
അവിടെ മുഴുവൻ ആൾക്കാർ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ പുറത്തിറങ്ങി. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഇവിടെ സന്ദർശകരുണ്ടാവും. പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയും കൂടി ആയതുകൊണ്ടായിരിക്കും ഇത്രയധികം തിരക്കെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുവരെ വന്നിട്ട് കബറിടം ഒന്ന് കാണിക്കാൻ പറ്റാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ അവരവിടെ പ്രാർത്ഥിക്കണതിൻ്റെ ഇടയ്ക്ക് പോയി നിന്ന് അതും ഇനിയും ആൾക്കാർ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ അത് അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ ആവുക. അതുകൊണ്ട് ഞാൻ പിന്നെ മടങ്ങി. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതാണ് കാഴ്ച. പുറത്ത് മാങ്ങ, പേരയ്ക്ക അതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. മലയാളികളും ഉണ്ട് കേട്ടോ കൂട്ടത്തിൽ. അവർ മാങ്ങ വേണോ ചക്ക വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ കുട വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ക്ലൈമറ്റിന് പറ്റിയതാണല്ലോ കുട. പിന്നെ നമ്മുടെ കരിയർ സീസൺ ആയതുകൊണ്ട് പുറത്തുനിന്നുള്ള കുറേ ആളുകളുണ്ട് കേട്ടോ. ദുബായ്, സൗദി അങ്ങനെ കുറേ ആളുകൾ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അവരൊക്കെ എന്തായാലും മാങ്ങയും പേരയ്ക്കൊക്കെ വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെയാണ് അദ്ദേഹം രോഗം മാറാനായി കുളിച്ചിരുന്ന ചെറിയൊരു അരുവി. പക്ഷെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ല, നല്ല വഴുക്കലായിരുന്നു അവിടെ. പിന്നെ കുട്ടികളും കൂടി ഉള്ളതുകൊണ്ട് പിന്നെ പോകണ്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് ജബൽ ഇറങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞാൽ പിന്നെ കണ്ടോ ഒട്ടകങ്ങൾ. അതായത് നല്ല മഞ്ഞും തണുപ്പുണ്ടെങ്കിൽ ഇവർക്ക് അതൊന്നും പറ്റില്ല. അപ്പോൾ അവരെ സലാലയിലേക്ക് ഇറക്കും, അതായത് ജബലിൽ നിന്ന് താഴെ ഇറക്കും. ഇനിയിപ്പോൾ ഏതാണ്ട് 2-3 മാസത്തോളം ഇവന്മാർ ഇവിടെ തന്നെയാണ്, സലാലയിൽ തന്നെ. അത് കഴിഞ്ഞാൽ പിന്നെ മെല്ലെ ചൂടൊക്കെ കൂടി തുടങ്ങുമ്പോൾ വീണ്ടും ഇവർ ജബൽ കയറും. പിന്നെ ഇവരെ കാണണമെങ്കിൽ ജബലിക്ക് പോകണം. അപൂർവം കുറച്ചൊക്കെ ഇവിടെ കാണുള്ളൂ, സലാലയിൽ കാണുള്ളൂ. എന്നാലും ഒട്ടകങ്ങളുടെ ഫാമൊക്കെ ഉണ്ട് കേട്ടോ സലാലയിൽ. എന്നാൽ കൂടുതലും ജബലിൻ്റെ മുകളിലായിരിക്കും. ജബലിന് താഴെ സലാലയിൽ ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥയാണ്. പച്ചപ്പൊക്കെ ആയി വരണുള്ളൂ, മഴ പെയ്ത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ മിക്കവാറും ഇവിടെയൊക്കെ വെള്ളമാവും. നല്ല മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടാവും. ജബലിന് മുകളിലുള്ള പോലെ കനത്ത മൂടൽ മഞ്ഞ് അങ്ങനെയില്ല, എന്നാലും ചെറിയൊരു മഞ്ഞും ചെറിയൊരു മഴയും എപ്പോഴും ഈ ഒരു കാലാവസ്ഥ തന്നെയായിരിക്കും.